ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രവാസികളെക്കുറിച്ചാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ചാണ്. അവർ അന്യനാട്ടിൽ കിടന്ന് വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, വിജയകുമാർ. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മോഹങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് ഈ കഥയിലുള്ളത്. എല്ലാവരും കാണണം. എല്ലാവരും ലൈക്ക് അടിക്കുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കരുത്. വിജയകുമാർ നാട്ടിൽ ജോലിയൊക്കെ ചെയ്ത് കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് പോവുകയാണ്. അപ്പോഴാണ് വിജയകുമാറിന് പെട്ടെന്നൊരു വിസ വിദേശത്തേക്ക് പോകാൻ വരുന്നത്. അദ്ദേഹം എന്തായാലും പോയേ പറ്റൂ. കുടുംബം നോക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, വീട് വയ്ക്കണം, സഹോദരിയെ കെട്ടിച്ചു വിടണം, സഹോദരങ്ങളെ കാര്യം നോക്കണം, അച്ഛനും അമ്മയുടെയൊക്കെ കാര്യം നോക്കണം. ഞാൻ ഈ നാട്ടിൽ നിന്നാൽ ഇതൊന്നും എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ വിദേശത്ത് പോയാലേ പറ്റൂ എന്ന് മനസ്സ് വെച്ച് അദ്ദേഹം ഗൾഫിലേക്ക് പോവുകയാണ്. അദ്ദേഹം എല്ലാ ധൈര്യവും മനസ്സിൽ വെച്ച് എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഗൾഫിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിറങ്ങിയതും അദ്ദേഹം അവിടെയൊക്കെ കണ്ടപ്പം മരുഭൂമിയാണ്. നാട്ടിൽ നല്ല പച്ചപ്പും തോടും കുളവും ഒക്കെ അരുവികളും ഒക്കെ ഉള്ള നാട്ടിലാണ് അദ്ദേഹം ജീവിച്ചത്. അവിടെ കുളങ്ങളിലൊക്കെ പോയി കുളിക്കുക, അങ്ങനെ കുറേ കൂട്ടുകാരും. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വല്ലായ്മ തോന്നി. എന്നാലും വേണ്ടിയില്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് വിചാരിച്ച് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ചെന്ന തുടക്കത്തിൽ അദ്ദേഹത്തിന് അവിടുത്തെ ഭാഷയും പുതിയ സംസ്കാരങ്ങളോടൊന്നും യോജിച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം കുടുംബത്തെ ഓർത്തു, ഞാൻ ഇവിടെ നിന്നേ പറ്റൂ. അങ്ങനെ അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ആ ചൂടും വെയിലും ഒന്നും അദ്ദേഹത്തിന് ഒന്നുമല്ലായിരുന്നു. അദ്ദേഹം ഓർത്തത് എൻ്റെ കുടുംബമാണ്. അവിടുന്ന് കിട്ടുന്ന പൈസ ഓരോന്നായി സൂക്ഷിച്ച് വെച്ച് അത് നാട്ടിലയക്കും. നാട്ടിലെ കടങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അവരുടെ പഠിത്തത്തിന്, സഹോദരങ്ങളെ കല്യാണം കഴിച്ച് വിടാൻ, അങ്ങനെ ഓരോ പൈസയും അത്രയ്ക്ക് സൂക്ഷിച്ചു വെച്ചാണ് അദ്ദേഹം നാട്ടിലയക്കുന്നത്. അദ്ദേഹം നല്ലൊരു വസ്ത്രം വാങ്ങാറില്ല, നല്ല ആഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കില്ല. ഉള്ളത് കൊണ്ട് കഴിച്ചു പോകും. ഇതൊക്കെ മതി, എന്നെ ഇവിടെ ആര് കാണാനാണ്? എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ, അവരെ സന്തോഷമാണ് എനിക്ക് വലുത്. എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ ഭാര്യയുടെയും മക്കളെ, എൻ്റെ അമ്മയും അച്ഛൻ്റെയും ഒക്കെ സന്തോഷമാണ് എന്ന് വിജയകുമാർ മനസ്സിൽ വിചാരിച്ചാണ് അദ്ദേഹം അവിടെ കിടന്ന് ആ കഷ്ടപ്പെട്ടത്. പെയ്യെക്കൊണ്ട് അദ്ദേഹം ഭാഷകൾ പഠിച്ചു, അവിടുത്തെ രീതികൾ പഠിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ വർഷങ്ങളോളം ജോലി ചെയ്തു. കുടുംബത്തിന് പൈസ അയച്ചു കൊടുത്ത്, സഹോദരങ്ങളെ കെട്ടിച്ചു വിട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കടമകളെല്ലാം അദ്ദേഹം ചെയ്തു തീർത്തു. 3-4 വർഷം കഴിയുമ്പോൾ അദ്ദേഹം നാട്ടിൽ വരും, കുറേ സാധനങ്ങളും വാങ്ങിക്കൊണ്ട്, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ. അപ്പോൾ പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തക്കാരെല്ലാം വരും, പെട്ടി പൊട്ടിക്കുന്ന കാണാൻ, എന്തൊക്കെ കൊണ്ടുവന്നു, ആർക്കൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നു. അവർക്ക് ഭയങ്കര സന്തോഷവും. എല്ലാവർക്കും, അമ്മയ്ക്കിത്, അച്ഛനിത്, സഹോദരങ്ങൾക്കിത്, ഭാര്യയ്ക്കിത്, മക്കൾക്കിത്, ഇതൊക്കെ ഓരോന്ന് എടുത്തു കൊടുക്കുമ്പോൾ അവരെ സന്തോഷം ഭയങ്കരമായ സന്തോഷമാണ്. അത് കാണുമ്പോൾ വിജയകുമാറിന് സന്തോഷമാവും. ഞാൻ കൊണ്ടുവന്നതൊക്കെ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ കൊടുത്ത് അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ആ മനുഷ്യനും ഒരുപാട് സന്തോഷിക്കാറുണ്ട്. പിന്നെ 3 മാസം കൂട്ടുകാരുമൊത്ത് അടിച്ചു പൊളിച്ച് കുടുംബവും ഒത്ത് പുറത്തൊക്കെ പോയി അങ്ങനെ സന്തോഷമായി ഒരു 3 മാസം കഴിയും. പിന്നും 3 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഗൾഫിൽ പോകണം, ആ മരുഭൂമിയിലേക്ക് തന്നെ പോകണം. അവിടെ പോയി ആ കൊടും ചൂടിനോട് പോരാടണം, കുടുംബത്തിന് വേണ്ടി പൊരുതണം. പിന്നും ആ മനുഷ്യൻ അവിടെ പോകും. അവിടെ നിന്ന് കിട്ടുന്ന പൈസ, ജോലി ചെയ്ത് കിട്ടുന്ന പൈസ തുരുക്കൂട്ടി നാട്ടിലയക്കും. അങ്ങനെയാണ് ആ മനുഷ്യൻ. കുറേ വർഷങ്ങളായി അദ്ദേഹം അത്രയ്ക്ക് കഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ഓരോ മലയാളികളും, ഗൾഫിൽ നിൽക്കുന്ന ഓരോ മലയാളികളും ആ മനുഷ്യനെ പോലെയാണ് കഷ്ടപ്പെടുന്നത്. കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ആണ് കഷ്ടപ്പെടുന്നത്. ഈ കഷ്ടപ്പാടിനിടയിലും അദ്ദേഹം മനസ്സിൽ വിചാരിക്കും, എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ചൊരു നല്ല നിലയിൽ എത്തിക്കണം, എന്നിട്ട് കുറച്ച് പൈസ കരുതി വെക്കണം. വയസ്സുകാലത്ത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ജീവിക്കാൻ, ആരുടെ മുമ്പിലും കൈ നീട്ടാൻ പോവാതെ ഇരിക്കണം എന്ന് ആ മനുഷ്യൻ വിചാരിക്കും. പിന്നും ഓരോരോ ചിലവ് വരും, അത് ഓരോരോ വഴിക്ക് പോകും. അങ്ങനെ ഇന്നും ആ മനുഷ്യൻ അതും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ എല്ലാം ശരിയാവും, കുറച്ച് പൈസ വെക്കും, നാട്ടിൽ പോവും, സെറ്റിലാവും. ആ പച്ചപ്പിൽ, കേരളത്തിൻ്റെ പച്ചപ്പിൽ